കൊച്ചു കുഞ്ഞ് 7 വയസ്സേ ഉള്ളൂ. ഫുള്ള് ഇതിന്റെ അകത്ത് കാണാൻ പറ്റും നിങ്ങൾ. ഈ വീഡിയോ ഈ കാണിക്കുന്നത് എന്റെ വീഡിയോ ആണ് കേട്ടോ. ഇതിനകത്ത് തന്നെയാണ് പപ്പുക്കുട്ടന്റെ കോവയ്ക്ക എന്ന് പറയുന്ന സാധനം. ഒരു സ്ഥലം ഇത് ആരെ കാണിക്കാനാണെങ്കിലും എന്ത്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. സംഭവം നമ്മുടെ മൈ വേ ബൈ കല്യാണി പുള്ളിക്കാരത്തി അവരുടെ നമ്മളിട്ട വീഡിയോസിനൊക്കെ ഒരു റിപ്ലൈ പോലെ ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോക്ക് റിയാക്ട് ചെയ്യാൻ വേണ്ടുന്ന സമയത്ത് തന്നെയാണ് വേറൊരു 1-2 കോൾ വന്ന സമയത്ത് ഇവരുടെ ഒരു ലൈവ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ലൈവിൻ്റെ ഒരു സംഭവം കണ്ടു. അതിനകത്ത് തുടക്കത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് ഞാൻ എൻ്റെ ഇട്ടേക്കുന്ന വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ അത് ആദ്യം അതിനെ തുറന്ന് നിരുപാധികം ഒരു ക്ഷമ പറയുന്നു. എന്താ കാര്യമൊന്നുമല്ലേ. ഇനി അതിൻ്റെ മാറ്ററും കൂടെ പറയണം. അത് നിങ്ങൾ കേൾക്കണം കേട്ടോ. ആദ്യം അവർ പറയുന്നത് കേൾക്കാം. ഭയങ്കര പുരോഗമനവാദം പറയുന്ന ഒരാളാണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ എനിക്ക് അയച്ചു തന്ന കേട്ടോ അറിയാവുന്നവര് സ്ക്രീൻഷോട്ടിൽ ഒരു കമന്റ് വന്നിട്ടുണ്ട്. എന്തോ പപ്പുക്കുട്ടന്റെ കോവയ്ക്കാന്നൊക്കെ പറഞ്ഞു. പപ്പുക്കുട്ടൻ എന്ന് പറയുന്നത് എൻ്റെ അപ്പുക്കുട്ടനാണ്. അപ്പൊ അവനൊരു 7 വയസ്സേ ഉള്ളൂ. പുള്ളിക്കാരനും അറിയാം അവൻ കുഞ്ഞാണെന്ന്. അപ്പൊ ആ ഒരു കുഞ്ഞിനെ വരെ കളിയാക്കി പപ്പുക്കുട്ടന്റെ കോവയ്ക്ക എന്ന് പറയുന്ന സാധനം എൻ്റെ കമന്റ് ബോക്സിൽ വന്നൊരു കമന്റാണ്. ഞാൻ ആ കമന്റിന്റെ സ്മൈലി ഇങ്ങനെ ചിരിച്ചൊരു കമന്റോട് ഈ പപ്പുക്കുട്ടൻ ആരാ എന്നുള്ളൊരു കാര്യം ഇവരുടെ ചാനൽ കാണുന്നവർക്കും ഇവരെ പിന്തുടരുന്ന ഫോളോവേഴ്സിന് മാത്രമല്ലാതെ ആർക്കും അറിയത്തില്ല. ഇനി ഈ ഒരു സാധനം ഞാൻ അറിയുന്നത് തന്നെ ആ കമന്റ് ബോക്സിൽ ആ കമന്റിന്റെ തൊട്ട് താഴെ തന്നെ അവരെ പറയുന്നതിന് അവരെ വിമർശിക്കും എന്തിനാണ് അവരുടെ കുഞ്ഞിനെ എന്നുള്ള സംഭവം കണ്ട സമയത്ത് തന്നെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ്, ഈ വീഡിയോ വന്നതായി കുറച്ച് മുമ്പാണ്, അതിന് മുമ്പ് തന്നെ ആ കമന്റ് തന്നെ ഞാൻ റിമൂവ് ചെയ്തു. എൻ്റെ ചാനലിൽ നിങ്ങളിപ്പോൾ നോക്കി ആ കമന്റ് കാണത്തില്ല. ഇനി ഇവരുടെ വീട്ടിൻ്റെ അകത്തുള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെ പേര് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ പേര്, എനിക്ക് 2 കുട്ടികളുള്ളതാണ്. അങ്ങനെ ഞാനൊരു കുട്ടിയെ കുറ്റമായിട്ടോ അല്ലെങ്കിൽ സമൂഹ മധ്യത്തിലിട്ട് മോശക്കാരിയാക്കാനോ ശ്രമിക്കാൻ ഒരിക്കലും വിട്ടുകൊടുക്കുന്ന ഒരാളുമല്ല. ഞാൻ വിമർശിക്കുന്നവരുടെ ഇടയിൽ പോലും വിമർശനം എനിക്കെതിരെ പറഞ്ഞവരുടെ പോലും അവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറഞ്ഞ മുൻകാലത്തുള്ള വീഡിയോസിൻ്റെ അകത്ത് എടുത്ത് നോക്കിയാൽ കാണാം ഞാൻ അതിന് അരുത് എന്ന് എൻ്റെ ചാനലിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് നിങ്ങളെന്നുള്ള അമ്മയ്ക്കോ ആ കുടുംബത്തിനോ വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ എന്താണ് തുറന്ന് പബ്ലിക്കായിട്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം ആ കമൻ്റ് ഇട്ട വ്യക്തി അത് ഇവരുടെ കുഞ്ഞിനാണ് ഉദ്ദേശിച്ചെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. കാരണം ഞാൻ എൻ്റെ വീഡിയോ തുടക്കത്തിലൂടെ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫീഡിലേക്ക് വന്ന 1-2 വീഡിയോ കണ്ടു. അതിനകത്ത് ഇവരുടെ വേറെ ഒരു സംഭവം ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതിനകത്ത് 1-2 മറ്റേ ഈ എന്തൊക്കെയോ സംഭവങ്ങൾ വ്ളോഗ് ചെയ്യുന്നതാണ്. അത് എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവം അതിനകത്തൊന്നും ഈ കുഞ്ഞുങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ എനിക്ക് ഇവരുടെ പേരെങ്ങനെ അറിയാൻ പറ്റും? അത് ഇവരുടെ കുഞ്ഞിനെ കുറിച്ചാണ് പറയുന്നത്. ഞാനെങ്ങനെ മനസ്സിലാക്കും? പപ്പുക്കുട്ടൻ, പിന്നെ ഒരു സി കാണുന്നു, അതാരെ സി ചേട്ടനോ എന്തൊക്കെയാ പറയുന്നു, അത് ആരാ? അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കാണുന്ന വ്യൂവേഴ്സിന് അറിയാം. മറിച്ച് എനിക്കറിയില്ല എങ്കിൽ പോലും ആ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ച സമയത്ത് ഓൺ ദ സ്പോട്ട് തന്നെ ഞാൻ ആ കമൻറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഉണ്ടോ എന്ന് ഞാൻ തിരയാം, നോക്കിയിട്ട് ഞാനത് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു ഭാഗം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ കമന്റ് വന്നത്. ഇതിൽ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് കല്യാണിക്ക് നമ്മൾ ഇതിൽ വരുമ്പോൾ നമുക്ക് വിമർശനം വരും, എല്ലാം ശരിയാണ്. പക്ഷെ അത് കല്യാണിയെ വിമർശിക്കാം, കല്യാണിയെ എന്തും പറയാം. പക്ഷെ അവിടെ കൊച്ചു കുഞ്ഞ് 7 വയസ്സേ ഉള്ളൂ. ഫുള്ള് ഇതിന്റെ അകത്ത് കാണാൻ പറ്റും നിങ്ങൾ. ഈ വീഡിയോ ഈ കാണിക്കുന്നത് എൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇതിനകത്ത് തന്നെയാണ് പപ്പുക്കുട്ടൻ്റെ കോവയ്ക്ക എന്ന് പറയുന്ന സാധനം. അതിനകത്ത് വന്നിരിക്കുന്ന കമൻറ്റാണ് ഞാൻ ഒരു സ്മൈലി ഇങ്ങനെ ഇട്ടേക്കുന്ന സ്മൈലി. അതിൻ്റെ താഴെ വീണ്ടും ഒരു സ്മൈലി വന്നിട്ടുണ്ട്. ബട്ട് അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിരുന്നു, അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരെ വിമർശിക്കാം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? ആ കമൻറ്റ് കണ്ട സമയത്ത് ഞാൻ ഒഴിവാക്കി. ഓക്കെ, പോട്ടെ. എനിവേ ഞാൻ സോറി പറഞ്ഞു. അതിനകത്ത് നിങ്ങൾക്കൊരു തെറ്റായിട്ട് തോന്നി ഞാൻ സോറി പറയുന്നു. ഓക്കെ വേറെ വല്ലതും ഉണ്ടോ? പക്ഷെ ഞാനൊരു പന്ന പ്രോഡക്റ്റ് എനിക്ക് കുറെ പ്രോഡക്ട്സ് നമ്മൾ വരും, പക്ഷെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് മാത്രമേ ഞാൻ വെക്കാം. ഇനി ആ വീഡിയോയിലേക്ക് പോകാം. ഇവർ നേരത്തെ ഇട്ടേക്കുന്ന വീഡിയോ മൈവേ കല്യാണി ഇത് കാണുമെങ്കിൽ ഞാൻ നിങ്ങളുടെ ഇട്ട വീഡിയോക്കുള്ള റിപ്ലൈ നിങ്ങൾ എൻ്റെ ആ ഫോട്ടോ ഇത് കാണിച്ച് നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം റിയാക്ട് ചെയ്യുന്നതല്ല. എനിക്കിത് റിയാക്ട് ചെയ്യണമെന്ന് താല്പര്യമില്ല. ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു ഇത് നമുക്ക് വേറെ സംസാരിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു നിർത്തിയതാണ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതിന് മാത്രമാണ് ഈ മറുപടി നിങ്ങളുടെ വീഡിയോ തന്നെ എടുത്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, അല്ലാതെ വേറെ വഴിയില്ല. അതിനകത്ത് ഇപ്പം നിങ്ങളിപ്പോൾ ഈ പറയുന്നു, ഇന്ന് ആ വീഡിയോ കാണാം, അതായത് കണ്ടു തന്നെ സംസാരിക്കാം. ഇന്നത്തെ ഈ വീഡിയോ എന്നെ വിശ്വസിച്ച് ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നതും എന്റെ കയ്യിലിരിക്കുന്നതുമായ സൺസ്ക്രീൻ ആണ് ഇതല്ല. ഇതൊരു ഡോംഡോക്കിന്റെ സൺസ്ക്രീൻ. അതായത് ഇദ്ദേഹം യൂസ് ചെയ്യുന്ന സൺസ്ക്രീനിൻ്റെ എണ്ണമാണ് ഓരോ ബ്രാൻഡുകളാണ്. ഞാൻ നിങ്ങളോട് തുറന്ന് ചോദിക്കുന്നതാണ്. എൻ്റെ അടുത്ത് ചില ആൾക്കാരെങ്കിലും പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം ചില ആൾക്കാരെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യുമല്ലോ. അവരോട് ഞാൻ ചോദിച്ചു, ഇപ്പോൾ എനിക്കത് അറിയത്തില്ലല്ലോ, നമുക്കറിയാം. അപ്പോൾ ഈ സൺസ്ക്രീനൊക്കെ പലരും പറഞ്ഞത് സൺസ്ക്രീൻ വേണം, ഇന്നത്തെ കാലഘട്ടത്തിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം. പക്ഷേ അത് ഡെർമറ്റോളജിസ്റ്റിൻ്റെ ഇത് അഡ്വൈസ് കൊണ്ടാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് പറയുന്നത്. പക്ഷേ ഇവർ ഇപ്പോൾ ഇതിനകത്ത് തന്നെ 2, 4, 6, 7ഓളം ബ്രാൻഡുകളുടെ സൺസ്ക്രീൻ, അഥവാ ഡിഫറൻ്റ് ആയിട്ടുള്ള സാധനം. അപ്പം ഈ ഡിഫറൻ്റ് ആയിട്ടുള്ള സൺസ്ക്രീനുകൾ നിങ്ങൾ ഒരേ സമയത്ത് പല പ്രോഡക്റ്റുകൾ അഥവാ ഒരേ കോണ്ടന്റ് തന്നെ പലതരത്തിലുള്ള ഇത് നിങ്ങൾ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരേ സാധനം തന്നെ പലതരത്തിലായിട്ടുള്ള സംഭവം നിങ്ങൾ ഉപയോഗിക്കുമോ? എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. അതായത് ഇപ്പം നിങ്ങളുടെ മുഖത്ത് ഉപയോഗിക്കുന്ന ഒരു ക്രീം, ആ ക്രീമിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് മറ്റൊരു ബ്രാൻഡിൻ്റെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് ഉപയോഗിക്കുമോ? അത് ഒരേ സമയത്ത് 5, 6 അല്ലെങ്കിൽ കുറേ അധികം സാധനം ഉപയോഗിക്കുമോ? അതാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നത്. അത് കഴിയുമോ? നിങ്ങളുടെ ആ ഒരു സ്കിന്നിന് ഒരേ സമയത്ത് പലതും പറ്റുമോ? അതായത് അവർ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. അവരോടാണ് ഈ ചോദ്യം കേട്ടോ. ഞാൻ കുറ്റപ്പെടുത്താനേ അല്ല. ഓക്കെ,
ാണ് കാരണം അത് അമ്മ എടുത്തുകൊണ്ട് പോയത് കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഹിമാലയയുടെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് എനിക്കിനി കേൾക്കാനും കേൾക്കാതിരിക്കാനുമായിട്ടുള്ള ഓക്കെ, ഇതിനുശേഷം അവർക്ക് പറയുന്നത് വെച്ചാൽ ഈ ഹിമാലയയുടെ സൺസ്ക്രീൻ യൂസ് ചെയ്ത സമയത്തുള്ള ഒരു വീഡിയോയുടെ ഇതാണ്. ഒരു കുട്ടി റീച്ചൊന്നും ഇല്ലാത്തൊരു കുട്ടി വന്ന് സംസാരിച്ചു എന്നുള്ളതാണ്. റീച്ച് ഇല്ലാത്തതൊന്നും ഇവിടുത്തെ വിഷയമല്ല. ഈ തുടക്കകാലത്തിൽ അന്ന് തന്നെ ഈ മൈ വേ ബൈ കല്യാണി തുടക്ക ദിവസത്തിന്റെ അടുത്ത ദിവസം 1 മില്യൺ സബ്സ്ക്രൈബറിലേക്ക് എത്തിയ ഒരാളാണോ? അല്ല. അതുകൊണ്ട് തുടക്കക്കാരായിട്ട് വരുന്ന ആൾക്കാർ ആ കുട്ടിയുടെ വീഡിയോയിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഒരിക്കലും അതിന് ഒരു റിയാക്ഷൻ വീഡിയോ ഇനി ചെയ്യത്തുമില്ല, താല്പര്യമില്ല. പക്ഷേ നിങ്ങളൊരു വ്യൂവർ ആയിരുന്നു, നിങ്ങളെ അത്രയും വെറുപ്പുള്ള ആളുമല്ല. എന്നാൽ നിങ്ങളുടെ വിമർശനം ഉന്നയിച്ചപ്പോഴേക്കും നിങ്ങൾ പറഞ്ഞിരിക്കുന്ന സംഭവം നിങ്ങളെ വെച്ച് വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലത്തെ ഒരു വർത്തമാനമൊക്കെയാണ് അവർ പറഞ്ഞത്. എന്താ നിങ്ങൾ ഈ വൈറ്റ് കാസ്റ്റ്, എനിക്ക് ഈ സാധനം ഈ പേരുകളൊക്കെ തന്നെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇങ്ങനെ പേരൊക്കെ എനിക്കറിയത്തൊന്നുമില്ല. ഓക്കെ, ഇനി വേറെ പേരുകളുണ്ടെങ്കിൽ നിങ്ങൾ പറയും. ഈ വൈറ്റ് കാസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയത് ഈ നമ്മുടെ ഈ എന്താണ് ഈ പുറത്ത് ഈ സാധനം പുരട്ടിയതിന് ശേഷം അതിൻ്റെ വെള്ള നിറം പോലെ ഇത് പുറത്ത് നിൽക്കുന്നതാണ് വൈറ്റ് കാസ്റ്റ് എന്ന് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവരുടെ മുൻ വീഡിയോ, അതായത് ഹിമാലയയുടെ വീഡിയോ ഇട്ട സമയത്ത് വൈറ്റ് കാസ്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് ആൾക്കാർ വിമർശിച്ചത്. അപ്പൊ അങ്ങനെ ഒരു സാധനം അതില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ സ്വന്തം മുഖത്ത് പോലും അതിൽ ഒരു ഇതുമില്ലാതെ വെറുതെ ഈ കെമിക്കൽ വാരി ഇങ്ങനെ ഒരുപാടൊക്കെ വാരി പുരട്ടുന്നു. എന്തിനാണെന്ന് അറിയത്തില്ല, അത് ഞാൻ കാണിച്ചു തരാം. പറയുന്നത് എന്റെ മക്കളെ പെട്ടെന്ന് റീച്ച് ആവാൻ വേണ്ടിയിട്ട് പുതിയ കുറെ ക്രിയേറ്റേഴ്സ് ഇറങ്ങിയിട്ട് എങ്ങനെ ഫേമസ് ആവാം, വൈറൽ ആവാം എന്ന് വിചാരിച്ച് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞ് നമ്മളെ ഏറി കയറ്റാൻ നോക്കും. താങ്കളെ ഏറി കയറ്റാൻ ഇവിടെ ആരാ ശ്രമിച്ചത്? ഞാൻ ചോദിക്കട്ടെ, താങ്കളുടെ ഇപ്പം തന്നെ കയ്യിലിരിക്കുന്നത് ഒരേ സാധനം പല ബ്രാൻഡുകളല്ലേ? അതായത് ഒരേ സാധനത്തിൻ്റെ പല ബ്രാൻഡുകൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ചാനലിൽ കൂടെ ഇത് അപ്ലോഡ് ചെയ്തു. അത് ഉപയോഗിച്ച പല വ്യക്തികൾക്കും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അത് അവർ പറഞ്ഞിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ അന്ന് വൈറ്റ് കാസ്റ്റ് ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ടാവാം. അതൊരു വിമർശനമാണ്, ഹെൽത്തി ക്രിറ്റിസിസം അല്ലേ? ആ ഒരു സാധനത്തിന് നിങ്ങൾ അങ്ങനെ കണ്ടാൽ പോരെ? അതിന് പകരം നിങ്ങളെ വെച്ച് വ്യൂവർഷിപ്പ് ഉണ്ടാക്കാൻ, റീച്ച് ഉണ്ടാക്കാൻ എന്ന് പറയുമ്പോഴേക്കും അത് നല്ലൊരു സ്വരമാണോ, നല്ലൊരു സംസാരമാണോ? അറിയില്ല, എനിക്കറിയത്തില്ല. കാരണം ഞാനൊക്കെ തുടങ്ങി 1, 2, 3, 5 അങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സ് കയറി. അല്ല, ഞാൻ തുടങ്ങി അടുത്ത ദിവസം എനിക്ക് മില്യൺ സബ്സ്ക്രൈബേഴ്സ് എത്തിയിട്ടുള്ള ആളല്ല. ഞാൻ ഇപ്പോഴും സ്റ്റിൽ ഞാൻ പറയുന്നു, ഞാൻ വിമർശനമാണ്. വിമർശനാത്മകമായി സംസാരിക്കുന്നിടത്ത് പോലും ഞാൻ എപ്പോഴും മിതത്വം സൂക്ഷിക്കുന്ന ഒരാളാണ്. ഓക്കെ, ആ ഒരു കാര്യം വെച്ചുകൊണ്ട് തന്നെ പറയാം, ഒരിക്കലും ആരുടെയും കുട്ടികളെയോ മറ്റുള്ള കാര്യങ്ങളോ പറയുന്നത് എൻ്റെ ചാനലിൽ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം, നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കത്തില്ല, അതിനെ സമ്മതിക്കത്തില്ല. അങ്ങനെ ആരെയും പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അതിന് വ്യക്തമായ മറുപടിയും കൊടുക്കും. അങ്ങനെ ആരെയും നമ്മൾ പറയുന്നെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് പറയുക, അല്ലാതെ ആ വ്യക്തിയെ പോലും വ്യക്തിഹത്യ ചെയ്യുന്നതിനോട് തീരെ താല്പര്യമില്ല. ഓക്കെ, ഇതിന്റെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിന്റെ ബാക്കിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യാത്ത ഒരു കാര്യവും ഞാൻ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്തിട്ടില്ല. അതായത് ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കുന്നത്, ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഞാൻ മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നു എന്നുള്ളത്. നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് പബ്ലിക്കിൻ്റെ മുമ്പിൽ കൊടുക്കാനുള്ള എന്ത് തരത്തിലുള്ള അറിവാണ് ഇതിനെക്കുറിച്ചുള്ളത്? വളരെ ലളിതമായിട്ട് ചോദിക്കുകയാണ്. താങ്കൾ ഉപയോഗിക്കുന്നു, താങ്കൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് താങ്കൾ പബ്ലിക്കിലേക്ക് കൊടുക്കുന്നു. ആ ഒരു സാധനം അത് പ്രൊമോട്ട് ചെയ്യാനുള്ള എന്ത് തരം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടാണ് താങ്കൾക്കുള്ളത്? വളരെ ലളിതമായൊരു ചോദ്യമാണ്. നമ്മൾ ഈ കൊടുക്കുന്ന സാധനം നമ്മൾ അരിമാവോ ഗോതമ്പ് മാവോ മുളക് പൊടിയോ അല്ല. പകരം ഈ സാധനം കെമിക്കൽസ് ആണ്. ഈ സാധനം പബ്ലിക്കിലേക്ക് നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇത് വാങ്ങി ഉപയോഗിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ താങ്കൾ അതിനെ എന്ത് തരത്തിലുള്ള എന്താണ് ഇത് പറയുക? ഓക്കെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായോ? അതിന് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയൂ. ഏതെങ്കിലും ബ്രാൻഡ് വളരെ വലിയൊരു കമ്പനിയുടെ സാധനമാണെന്ന് പറഞ്ഞാൽ അതിന് അലർജി ഉണ്ടാവത്തില്ല, അതിന് ബുദ്ധിമുട്ടുണ്ടാവത്തില്ലെന്നാണോ? ഇന്ന് ലോകത്ത് ഇറങ്ങിയിട്ടുള്ള മിക്കവാറും എല്ലാ കമ്പനീസിൻ്റെ സാധനത്തിൻ്റെ അകത്ത് സൈഡ് എഫക്ട്സ് ഉണ്ടെന്നുള്ള കാര്യം മോളിക്യൂൾ ലെവലിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ജെമിനയോ ഗ്രോക്കോ നോക്കിയാലും കിട്ടും, ഡീറ്റെയിൽസും ഡാറ്റാസും കിട്ടും. ഇനി ഞാൻ പ്രൊമോട്ട് ചെയ്യാത്ത സൺസ്ക്രീൻ ആണ് ഈ ഒരു ബ്രാൻഡിന്റെ സായി പല്ലവി ഹൈയാക്കിയ ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ. ഇത് ഞാൻ അത് ഹൈയാക്കിയ കണ്ട് ഞാൻ എന്റെ പൈസയ്ക്ക് വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്തപ്പോൾ എന്റെ സ്കിന്നിന് ഒട്ടും എനിക്ക് ചേർന്നില്ല എന്നും പറഞ്ഞ് സായി പല്ലവി ഉപയോഗിച്ച സാധനം അത് കൊള്ളത്തില്ല എന്നുള്ളതാണ് പുള്ളിക്കാരത്തിൽ പറഞ്ഞെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിച്ചു, എങ്കിലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നിങ്ങൾ സായി പല്ലവി പ്രൊമോട്ട് ചെയ്ത സാധനം നിങ്ങൾക്ക് ഉപയോഗിച്ചപ്പോൾ ശരിയായിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത സാധനം മറ്റുള്ള പലർക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് അതിന്റെ കൗണ്ടർ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു കോണ്ടെക്സ്റ്റിന്റെ കൗണ്ടർ താങ്കൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ സൺസ്ക്രീൻ നല്ലതല്ല, കൊള്ളത്തില്ല, ചീത്തയാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്റെ സ്കിൻ ടൈപ്പ് അല്ലാത്തവർക്ക് ഇത് ചേരും. ഇത് യെസ്, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അല്ലാത്തവർക്കായിരിക്കാം മറ്റുള്ളവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അത്ര എനിക്ക് അതിനെക്കുറിച്ച് പറയാം. ഇവർ ഒരു മറുപടി പറയാണ്ട് ഒരു സ്ഥലമാണ്. ഇത് ആരെ കാണിക്കാനാണെങ്കിലും എന്ത് വിമർശനത്തിന് ആണെങ്കിലും താങ്കൾ ഇങ്ങനെ കാണിക്കുമ്പോൾ സത്യം പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഇത് വിമർശനങ്ങളൊന്നും താങ്കൾക്ക് അത്രയും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറ്റാത്തത് കൊണ്ടാണ് താങ്കൾ സ്വന്തം മുഖത്തിനോട് കാണിക്കുന്നത്. അതിനോട് അത് ചെയ്യുന്നത് ശരിയല്ല സുഹൃത്തെ. എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങൾ ആ സെൻസിൽ കാണൂ, വിമർശനത്തിൻ്റെ ആ സെൻസിൽ കാണൂ. നിങ്ങൾ എന്തിനാണ് ഇത്രയും വാരി ഇങ്ങനെ നിങ്ങളുടെ മുഖത്ത് തന്നെ ഇങ്ങനെ പൊത്തുന്നത്? നിങ്ങളുടെ ജെനുവിനിറ്റി പ്രൂവ് ചെയ്യാനാണോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. എൻ്റെ ആവശ്യമുള്ളൂ. ഇനി വേറൊരു കാര്യമുണ്ട്, അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. കുക്ക് ചെയ്യുന്ന ഒരു കുക്ക് മാത്രമേ ചെയ്യാവൂ, മേക്കപ്പ് ഇട്ടൂടാ, 2025 മേക്കപ്പ് ഇടുന്നത് എന്തോ വലിയ തെറ്റാണെന്നൊക്കെ ചിലർ പറയുന്ന കേട്ടു.
2025 മേക്കപ്പ് ഇടുന്നത് തെറ്റാണെന്നോ 2030 മേക്കപ്പ് ഇടുന്നത് തെറ്റെന്നോ 1985 മേക്കപ്പ് ഇടുന്നത് തെറ്റോ എന്നുള്ളതൊന്നുമല്ല. ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞ കാര്യം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. മേക്കപ്പ് എന്നുള്ളൊരു സാധനം ഇടുന്നത് ആർക്കും ഒരു പ്രോബ്ലം ഇല്ല. ബട്ട് എന്തിനാണ് ഈ സാധനം ഈ പറയുന്ന പർട്ടിക്കുലർ സംഭവങ്ങൾ, ഇപ്പോൾ സൺസ്ക്രീനിൻ്റെ കാര്യമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, കുറച്ച് സൺബേൺ പോലുള്ള പ്രശ്നങ്ങളും മറ്റ് ഗുരുതരമായിട്ടുള്ള ചില ആൾക്കാർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇത് തന്നെ ഒരു ശരണം എന്ന് പറഞ്ഞ് നടക്കുന്ന അതിനെ തന്നെ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ളൊരു കുറേയധികം ബ്യൂട്ടി എന്ന് പറയുന്ന തരത്തിലുള്ള സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണ്, അഥവാ സൗന്ദര്യം എന്നുള്ളതിൻ്റെ ഘടകം എന്താണ് എന്നുള്ളത് മാത്രമാണ്. അല്ല ഇതൊക്കെ ഇടുന്നതിൻ്റെ ഇതിപ്പം എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഒരു വിദ്യാർത്ഥിയാണെന്ന് വിചാരിക്കുക, നിങ്ങളൊക്കെ ഇടുന്ന ഈ ഒരു സാധനം ഇത് എന്തിനാണ് ഇടുന്നത് എന്ന് ചോദിച്ചാൽ എന്താ കുഴപ്പം? ഇനി വേറൊരു കാര്യമുണ്ട്, ഒരു വ്യക്തിയുടെ ചോയ്സാണ്, അയാളുടെ മുഖത്ത് എന്തൊക്കെ ചായം മിനിക്കണം, എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ ഇടണം, എന്തൊക്കെ തരത്തിലുള്ള സംഭവങ്ങൾ ഇട്ട് പുറത്ത് പോകണം, അവരുടെ ചോയ്സാണ്. വസ്ത്ര സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള താല്പര്യം, ഇതൊക്കെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അതറിയാത്തൊരാളുമല്ല ഞാൻ. പക്ഷേ ചോദിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പലരും എൻ്റെ ഇൻബോക്സിൻ്റെ അകത്ത് ഒരുപാട് വന്നിട്ടുണ്ട്. ഈ ഒരു സാധനങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു, ഇത് കണ്ടിട്ട് അപകർഷബോധമുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഉണ്ടാക്കിയെടുക്കുന്നു, അതിനുശേഷം ഇത് ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് അതിൻ്റെ ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിന് കോർ എലമെൻറ്റ് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അത് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി. ഇനി ഇതിൽ കൂടുതൽ അറിയത്തില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ട സുഹൃത്ത്, എനിക്കറിയത്തില്ല. ഈ 2025 മേക്കപ്പ് ഇടണ്ട എന്നുള്ളതല്ല, ഈ സംഭവം പബ്ലിക്കിലേക്ക് നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്തെന്നുള്ളതാണ്. അതായത് ഒരാൾ ഒരു മുഖത്ത് കുറച്ചധികം നല്ല ക്രീമുകൾ മറ്റുള്ള കാര്യം കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ്. ചില ആൾക്കാരെങ്കിലും പറഞ്ഞു അത് ഒരു സത്യം പറഞ്ഞാൽ അത് ഇട്ടിട്ടില്ല എങ്കിൽ എന്തോ ഒരു കുറവുള്ളത് തോന്നും. അത് അവരുടെ മെൻ്റലി അവർക്ക് അങ്ങനെ പറ്റുള്ളൂ, അവരുടെ കുറ്റമല്ല, ആരും കുറ്റമായിട്ട് പറയുന്നില്ല. അപ്പം ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലാണ് ഈ പറയുന്ന കോസ്മെറ്റിക് ഐറ്റംസ് ഇടുന്നത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ്. ചിലർ ഇടാറേ ഇല്ല. എൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ അറിയാം, എത്രയോ കമൻസ് ഉണ്ട്, അതിനകത്ത് നിന്നും ഇത് ഉപയോഗിക്കാത്തേ ആൾക്കാരുണ്ട്. പലതരത്തിലുള്ള ഇപ്പോൾ കോസ്മെറ്റോളജിസ്റ്റുകൾ വരെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അവർ പോലും സൺസ്ക്രീൻ മാത്രം ഉപയോഗിച്ചിട്ട് മറ്റുള്ള സാധനങ്ങൾ ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞത് ഈ പറയുന്ന സാധനങ്ങൾ എന്തുപയോഗിക്കുന്നെങ്കിലും അത് കോസ്മെറ്റോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെയോ അടക്കമുള്ള ഒരു ഡോക്ടേഴ്സിനെ പോലുള്ള ആൾക്കാരെ പോയി കണ്ട് അവരുടെ പ്രിസ്ക്രിപ്ഷനിൽ പോയി വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു സമൂഹത്തിനെ, അവർ പറയുന്ന കാര്യം ബ്ലൈൻഡായിട്ട് ചെന്ന് വാങ്ങി ഉപയോഗിച്ചിട്ട് കിഡ്നി അടിച്ചു പോകുന്ന ആൾക്കാരുടെ കേസുകൾ എത്രയോ വന്നു. അതുകൊണ്ട് സൂചിപ്പിച്ചത് മാത്രം സുഹൃത്തെ ഒന്ന് മനസ്സിലാക്കണം. ഇതുവരെ വണ്ടി കിട്ടിയിട്ടില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് മാത്രമല്ല, അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൈസ ഉണ്ടാക്കുന്നു. അവർ ചെയ്യുന്നത് എന്താ, പൈസ അവർ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് റീച്ചുള്ള ആളുകളെ എടുത്ത് അവർ റിയാക്ട് ചെയ്യും, എന്നിട്ട് അവരുടെ അക്കൗണ്ടിലോട്ട് അവർ ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നത്. അതായത് ഇവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ് ഞാൻ നോക്കിയിരുന്നത്. അതായത് ഈ പൈസ ഉണ്ടാക്കുന്നു. നിങ്ങൾ പൈസ ഉണ്ടാക്കിക്കോളൂ. ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് എവിടെയാണ് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ എന്തായാലും പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂട്യൂബിൻ്റെ അകത്ത് റവന്യൂ കിട്ടുന്ന ഒരു ക്രിയേറ്ററാണ് നിങ്ങളെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എന്നിട്ടും നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം എന്തിന് പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. ഇതിനകത്ത് എവിടെയാണ് പ്രശ്നം വരുന്നത്? അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിനെ പറയരുതെന്ന് പറയുന്നു. നിങ്ങളുടെ കുടുംബത്തിന് എവിടെ പറഞ്ഞത്? നിങ്ങൾ തന്നെ ഒരു ലൈവിൻ്റെ അകത്ത് പറഞ്ഞു നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഗവൺമെന്റ് പബ്ലിക് സർവൻ്റ് ആണ്. അപ്പോൾ ഇതുപോലത്തെ പങ്കാളിയായിട്ടുള്ള വ്യക്തി ഇതുപോലുള്ള സാധനം അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയൊന്നുമില്ലാതെ അതിൻ്റെ പുറത്ത് ഇൻഗ്രീഡിയൻസ് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാൾ ഇപ്പോൾ തന്നെ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കി വാങ്ങിച്ചോളൂ, ഇതാണ് സംഭവം എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരാളാണ്. അല്ലാതെ ആ ഇൻഗ്രീഡിയൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അത് എങ്ങനെ ബോഡിയിൽ റിയാക്ട് ചെയ്യുന്നു, ഇത് സ്കിൻ അബ്സോർബ് ചെയ്തതിന് ശേഷം സ്കിന്നിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയാതെ, ഏതൊക്കെ സ്കിൻ ടോണിനും ഏതൊക്കെ സ്കിൻ ഇത് റിലേറ്റഡ് ആയ ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാം എന്നുള്ള കാര്യം പറയാതെ, ഏതൊക്കെ ഏജ് കാറ്റഗറി പെട്ട ആൾക്കാർക്ക് ഒന്നും പറയാനുള്ള കാര്യമില്ല, അതിനെക്കുറിച്ച് അഡ്വൈസ് കൊടുക്കാതെ ഒരു സാധനം പ്രൊമോട്ട് ചെയ്തതിനെക്കുറിച്ച് പൊള്ളായിട്ടുള്ള കാര്യത്തിനെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താ എന്ന് ചോദിക്കുന്നതിനകത്ത് നിങ്ങൾക്ക് വെറും ലാഭേച്ഛയാണോ, അതോ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോടും നിങ്ങളെ കാണുന്ന വ്യൂവേഴ്സിനോടും ഒരു അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ റെസ്പോൺസിബിലിറ്റി ഇല്ലേ എന്നുള്ളത് മാത്രമേ ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഇതുപോലെ റീച്ചായി നിൽക്കുന്ന യൂട്യൂബേഴ്സിനെ പിടിച്ച് റിയാക്ട് ചെയ്തിട്ടാണ് റീച്ച് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രം സഹോദരിക്ക് എൻ്റെ ചാനലിലേക്ക് പോവുക. കുറേ വർഷമായി തുടങ്ങിയിട്ട് കേട്ടോ. പിന്നെ നിങ്ങളെപ്പോലുള്ള ഈ ഫാമിലിക്കകത്ത് എനിക്കൊരു കുടുംബമൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് വേണമെങ്കിൽ രാവിലെ തുറന്നു വെച്ചിട്ട് ക്യാമറ വെളുപ്പാങ്കാലം 4 മണിക്ക് മുതലുള്ള കാര്യങ്ങൾ പിന്നെ രാത്രി കിടന്ന് ഉറങ്ങുന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഭാര്യയും കുഞ്ഞുങ്ങളും എൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് എൻ്റെ മുറിക്കകത്തും എൻ്റെ ടോയ്ലറ്റിലും എൻ്റെ വീടിൻ്റെ പുറത്തും ഞാൻ മീൻ കഴുകുന്നതും ഞാൻ പാത്രം കഴുകുന്നതും ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അടക്കം എല്ലാ സംഭവങ്ങളും കാണിച്ചാൽ ചിലപ്പോൾ ഇതിനെക്കാട്ട് റീച്ച് ഇതിന് മുമ്പേ കിട്ടി ഭയങ്കര ടോപ്പ് ക്രിയേറ്റർ എന്ന് ഞാൻ പറയത്തില്ല, ചെയ്തേല, പക്ഷെ അതിനോട് താല്പര്യമില്ല. ഞാൻ പറഞ്ഞുതരാം. ഇത് എൻ്റെ ചാനലാണ്. എൻ്റെ ചാനൽ എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തോട് പറഞ്ഞത് എൻ്റെ ചാനലായതുകൊണ്ടാണ് അത് പറയുന്നത്. ഈ എൻ്റെ ചാനലിൻ്റെ അകത്ത്
റീച്ചിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മാത്രമാണ് പറയുന്നത്. പോപ്പുലർ വീഡിയോസ് എന്നുള്ള സെഗ്മെന്റ് എടുക്കാം. ഈ ഇതിനകത്ത് 17 ലക്ഷം, ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിലെ വീഡിയോ ആണ് ഫസ്റ്റ് കാണുന്നത്. അത് 17 ലക്ഷം വ്യൂസ്. നിങ്ങളുടെ ചാനലിൽ ഞാൻ നോക്കിയപ്പോഴേക്കും അത്രയും വ്യൂസ് ഉള്ള വീഡിയോ ഇല്ല കേട്ടോ. ഞാൻ വേറെ ഒന്നുകൊണ്ട് പറയണല്ല. ഇതിനകത്ത് ഞാൻ ആരെയും ഒരു ഫോട്ടോ പോലും വെച്ചിട്ട് അങ്ങനെ റിയാക്ട് ചെയ്തിട്ടുള്ള വീഡിയോ അല്ല. പിന്നെ രണ്ടാമത്തത് ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ 4 വർഷത്തിന് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അതിനകത്ത് നിങ്ങൾ നോക്കി അറിയാം, ഇതിനകത്ത് മോണിറ്റൈസേഷൻ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് ആ ഒരു കാര്യത്തിൻ്റെ അകത്ത് വെച്ച് പൈസ ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് 14 ലക്ഷം വ്യൂസ് ഉള്ള ഒരു വീഡിയോയുടെ മോണിറ്റൈസേഷൻ അന്നേ ഓഫ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതുപോലെ കുറേ അധികം 8 ലക്ഷം, 9 ലക്ഷം, 6 ലക്ഷം ഇങ്ങനെയുണ്ട്. പിന്നെ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചാണ്. പിന്നെ നിത്യാനന്ദയെ കുറിച്ചുള്ള ആൾക്കാർ, പിന്നെ കുറേ അധികം ആൾക്കാർ ഈ ഡിവോഴ്സ് വാർത്ത എന്നൊക്കെ പറഞ്ഞ് അവരെക്കുറിച്ച് മോശം പറഞ്ഞതിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തതാണ്. ഇതുപോലെ അമേരിക്കയിൽ വെച്ച് ഒരാൾക്കുണ്ടായ സംഭവത്തിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ പല കാര്യങ്ങൾ ഓക്കെ. അതുപോലെ ഫ്രണ്ട് ആപ്പ് നിങ്ങൾ അടങ്ങുന്ന വിഷയം ചെയ്തിട്ടുള്ളതാണ്. ദിയ എന്ന് പറയുന്ന പെൺകുട്ടിയായിട്ട് ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് മോശം പറഞ്ഞ അതിനെതിരെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് റീസെൻ്റ്ലി ഉള്ള വീഡിയോസ് അടക്കം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സമൂഹത്തിൽ ഒറ്റപ്പെട്ട പെൺകുട്ടികളും സ്ത്രീകളും അതുപോലെ മറ്റ് പല ആൾക്കാർക്ക് സാമൂഹികമായിട്ട് ഒറ്റപ്പെട്ടവരോ ആരും ആശ്രയമില്ലാത്തവരോ സമൂഹത്തിന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ട വിഷയങ്ങളോ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. നോട്ട് ഓൺലി മീ, ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ പോലുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട്. സാമൂഹികപരമായ കാര്യങ്ങളിലൂടെ ഊന്നി വീഡിയോസൊക്കെ ചെയ്ത് പലർക്കും അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റോ ചെറിയ നമ്മളെ കൊണ്ട് വലുതൊന്നും പറ്റുമെന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള നീതിയോ എന്തെങ്കിലും കിട്ടിയതായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്, കിട്ടിയിട്ടുമുണ്ട്. വേണമെങ്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. താങ്കൾ അതുപോലത്തെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? പിന്നെ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞ് അപമാനിക്കുകയും മറ്റേ കളിയാക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. പ്യൂഡിഫൈ എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ചാനലുണ്ട്, ചെന്ന് നോക്കണം. ഈ ലോകത്തിൽ തന്നെ നമ്പർ 1 ആയിട്ടുള്ള ചാനലിൽ പെടുന്ന ഒരു ചാനലാണ്. അത് ടോപ്പ് 10 എടുത്ത പ്യൂഡിഫൈ ഇപ്പോഴും ഉണ്ട്. അത് റിയാക്ഷൻ ചാനലാണ്. യൂട്യൂബ് നമ്മളെപ്പോലുള്ള റിയാക്ടേഴ്സിനെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബിൻ്റെ ഫെയർ പോളിസി എന്നുള്ള സാധനം ഉള്ളതുകൊണ്ട് അത് റിയാക്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ചെറിയ സംഭവങ്ങൾ എടുത്തു എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ദേഷ്യം വരുന്നെങ്കിൽ പറഞ്ഞാൽ മതി, എടുക്കത്തില്ല. ബട്ട് നിങ്ങളിതിപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ടും ഇപ്പോൾ എൻ്റെ ആ ഫോട്ടോയൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനിത് റിയാക്ട് ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെയാണ് മാന്യമായിട്ട് പറയുന്നത്. ഓക്കെ, അതെ, നമുക്ക് വേറെ ഒരു പണിയില്ല. ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പണിയില്ല. ഒരാൾ എടുക്കുക, എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുക, പോവുക, അത്രേ ഉള്ളൂ. താങ്കൾക്കുള്ള പണി എന്താണ്? ഇതുപോലുള്ള ഒരേ തരത്തിലുള്ള മോളിക്യൂൾ, ഒരേ തരത്തിലുള്ള കോണ്ടന്റ്, ഓരോരോ പ്രോഡക്റ്റുകൾ, പല കമ്പനികൾ തരുന്ന പ്രൊമോഷൻസ് ശുദ്ധമായ രീതിയിൽ അതിനെക്കുറിച്ച് ഒന്നും അറിയാതെ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ പ്രചരിപ്പിച്ച് അതിൽ നിന്ന് നേട്ടമുണ്ടാക്കുക. ഞാനൊന്നും പ്രൊമോഷൻസ് ഒന്നും അധികം എടുക്കാറില്ല. ഇന്നും എൻ്റെ ഇൻബോക്സിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്, ഒരു വലിയൊരു ഓഫറുമായിട്ട് ഒരു പ്രൊമോഷൻ വന്നിട്ടുണ്ട്. ഞാൻ തൊട്ടിട്ടില്ല. വേണമെങ്കിൽ അതിൻ്റെ ഒരു പ്രൊമോഷൻ്റെ സംഭവം വേണമെങ്കിൽ കൂടെ വയ്ക്കാം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാനത് വെറുതെ ഇവരൊക്കെ വിചാരിക്കുന്നത് നമ്മൾ വെറുതെ പറയുന്നത് ഇന്ന് വന്നതാണ്. കാണിച്ചു തരാം. വെറുതെ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ഞാൻ ആ ഒരു മെസ്സേജ് റിക്വസ്റ്റിൽ കിടക്കും ഇപ്പോഴും. ഇത് കാണാൻ പറ്റുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഇന്നത്തെ റിക്വസ്റ്റ് ആണ്. ഹലോ സാർ, ഐ ആം പേര് പറഞ്ഞു ഫ്രം പ്രൊമോട്ട് വി വാണ്ട് ടു ഓഫർ യു പെയ്ഡ് കൊളാബറേഷൻ വിത്ത് ഡാഷ് കമ്പനിയുടെ പേര് കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ലെറ്റ് us know യുവർ പ്രൈസ് ആൻഡ് ഓൾസോ ഷെയർ യുവർ മാനേജ്മെന്റ് കോൺടാക്ട് ഡീറ്റെയിൽസ് ആൻഡ് വി ക്യാൻ ഡിസ്കസ് ഫർദർ. എനിക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. പൈസ എത്ര വേണ്ടത് റെഡിയാണ്. ഇത് ഇന്ന് വന്നതുള്ളതാണ് കേട്ടോ. വേണമെങ്കിൽ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ച് ഞാൻ നോക്കുന്നവർ നോക്കിക്കും. ഓക്കെ, വന്നിട്ടുണ്ട്. താല്പര്യമില്ല. അത് വേണമെങ്കിൽ ഞാനത് ചെയ്യും. പക്ഷേ എനിക്കിതിപ്പോൾ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് താങ്കളൊരു കാര്യം മനസ്സിലാക്കുക. താങ്കൾ ഈ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുമ്പോൾ അവസാനം ഒരു കാര്യത്തിനകത്ത് മാത്രം എൻ്റെ ചാനലിൻ്റെ അകത്ത് വന്ന ഒരു കമൻറ്റിന് ഞാൻ കൊടുത്ത അത് ആരാണെന്ന് പോലും അറിയാതെ ഞാൻ കൊടുത്തൊരു സ്മൈൽ. കാരണം ഞാൻ എൻ്റെ വീഡിയോ ഇട്ട് ആദ്യത്തെ അരമണിക്കൂർ, ഹാഫ് ആൻ അവർ ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ ചാനൽ തന്നെ ആയിരിക്കും. കാരണം എൻ്റെ ചാനലിൽ എൻ്റെ വീഡിയോ ഇട്ട ഉടനെ തന്നെ വരുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരിടുന്ന കമൻറ്റ് അതുപോലെ തന്നെ ആ പരമാവധി അവരെന്തൊക്കെയാണോ അവർ പറയുന്നത്, എൻ്റെ വീഡിയോയുടെ ഫീഡ്ബാക്കൊക്കെ ആ ഒരു സമയം കൊണ്ട് ഞാൻ പരമാവധി ഇരുന്ന് നോക്കും. അവർക്ക് പരമാവധി കമൻറ്റ് റിയാക്ഷൻ കൊടുക്കും. ആ സമയത്തൊക്കെയാണ് ഇത് വന്നു പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ എന്നെ തെറി പറയുന്നതിനാണെങ്കിലും നിങ്ങൾ കണ്ടറിയാം, ഞാൻ ഇങ്ങനെ ചിരിച്ചിട്ട് കമൻറ്റിന് റിപ്ലൈ കൊടുക്കാറുണ്ട്, ലൈക്കും കൊടുക്കാറുണ്ട്. എന്നെ തെറി പറയുന്നതിനാണെന്ന് ചിന്തിക്കണം. അപ്പം ഇങ്ങനെയുള്ള ഞാൻ അതിനകത്തുള്ള കമൻറ്റ് എന്നുള്ള സംഭവം ആരാണ് ഏതാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ബട്ട് എൻ്റെ അറിവില്ലായ്മ ഞാനതൊരു തെറ്റായിട്ട് തന്നെ കാണുന്നു. ആ അറിവില്ലായ്മയ്ക്ക് ഞാൻ നിങ്ങളോട് ക്ഷമയും ചോദിക്കുന്നു. മറിച്ച് താങ്കൾ ചെയ്തിട്ടുള്ള വലിയൊരു കാര്യം, അതായത് നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം ഇന്നും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു. പിന്നെ പറഞ്ഞു യൂട്യൂബ് എന്താണ് വീട്ടുജോലി മറ്റുള്ള കാര്യം, കഞ്ഞി വെക്കുന്നവർ കഞ്ഞി വെച്ചാൽ മാത്രം മതി, ഫാമിലി വ്ളോഗർ അല്ല, ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്. താങ്കൾക്ക് ചൂസ് ചെയ്യാം എന്ത് കണ്ടന്റ് എന്ത് ചെയ്യണം, ഏത് ചെയ്യണം. ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. ആകെപ്പാടെ പറഞ്ഞത് ഇത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് മൂലം സമൂഹത്തിൽ ആർക്കെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ താങ്കൾ അതിന് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമോ? മനസ്സിലാവുന്നുണ്ടോ? ഇത്രയൊക്കെ തന്നെ ഉള്ളൂ.
അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല പ്രിയപ്പെട്ട സഹോദരി. താങ്കൾ ഇതിനെ വളരെയധികം ഇമോഷണൽ ആയിട്ടാണ് അത് ഹാൻഡിൽ ചെയ്തേക്കുന്നത്. എന്തിനാണ് ഇത്ര ഇമോഷണൽ ആവുന്നത്? ഇപ്പോൾ ഇത്ര ഇമോഷൻസ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. പിന്നെ രണ്ടാമത് ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് വന്നൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എല്ലാം ഇവിടെ പറഞ്ഞു നിർത്തുന്നു. പിന്നെ ആ പെൺകുട്ടി നാളെ ഒരു നിങ്ങളെക്കാട്ടിയും വലിയൊരു മില്യൺ സബ്സ്ക്രൈബേഴ്സിൻ്റെ മേളിൽ കയറുന്ന ഒരു ക്രിയേറ്റർ ആയിക്കൂടാതെ എന്താ ഉള്ളത്? ഇന്ന് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് ഈ പറഞ്ഞ ഫാമിലിയൊക്കെ തുറന്ന് കാണിക്കുന്ന ആൾക്കാർക്കാണ്. ഫാമിലിയുള്ള മെമ്പേഴ്സിനെ, വീട്ടിൻ്റെ അകത്തുള്ള കാര്യങ്ങളും വീട്ടിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾ ഒരു ക്രിയേറ്റർ ആണെന്ന് പറയുന്നെങ്കിൽ ഞങ്ങൾ സാമൂഹികമായിട്ട് മനുഷ്യന്മാരുടെ കാര്യങ്ങൾ പറയുന്നത് ഞങ്ങൾ ക്രിയേറ്റർ ആണെന്ന് അവകാശപ്പെടുന്നൊന്നുമില്ല. മറ്റുള്ള കാണുന്ന വ്യൂവേഴ്സിനെ പോലെ അഭിപ്രായം പറയുന്ന ആൾക്കാർ മാത്രമാണ്. ഇന്ത്യൻ ഭരണഘടന അതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. യൂട്യൂബിൻ്റെ പോളിസി പ്രകാരം അതിൽ തെറ്റല്ല. നമുക്ക് ആ ഒരു കാര്യം പറയുന്നത് അതിനകത്ത് വരുമാനം എന്തായാലും നിങ്ങളുടെ 4-1 അംശം പോലും നമ്മൾ വരുമാനം വാങ്ങുന്നുമില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വരുന്ന ഇതുപോലുള്ള ഒരുപാട് വലിയ ഓഫറുകൾ തന്നുകൊണ്ടിരുന്ന പ്രൊമോഷൻസ് ഞാനടക്കമുള്ള ഒരു ക്രിയേറ്റേഴ്സും അഥവാ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊന്നും അങ്ങനെ എടുത്ത് പ്രൊമോട്ട് ചെയ്ത് ഞാനും കണ്ടിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകരോടുള്ള ഞങ്ങളുടെ കമ്മിറ്റ്മെൻറ്റും ഞങ്ങളത് എന്നും ആ ഒരു ഇത് നിലനിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരിക്ക് എവിടെയെങ്കിലും എൻ്റെ വാക്കുകൊണ്ടോ എന്തെങ്കിലും തരത്തിൽ ഞാൻ ഒരു വ്യക്തിപരമായ ഒരു അധിക്ഷേപം ഉള്ള ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ എം എക്സ്ട്രീംലി സോറി. ബിക്കോസ് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഒരു ക്രിറ്റിസിസം, അതായത് ഒരു വ്യക്തി പോലും നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോക്കകത്ത് പോലും ഒരിടത്തും മോശമായിട്ടൊരു വാക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താങ്കൾ ഇങ്ങനെ പറയുമ്പോഴേക്കും അതിനകത്തൊരു എന്തോ ഒരു അഫക്റ്റഡ് ആയിട്ടുള്ള ആളെ പോലെ വിഷമിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ ലൈവ് കണ്ടത്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. എനിക്കും 2 കുട്ടികളുള്ള ആളാണ്. അതുകൊണ്ട് നിങ്ങളെ അപമാനിക്കണമെന്നോ വിഷമിപ്പിക്കണമെന്നോ ഒരു താല്പര്യമില്ല. ആ കമൻറ്റുകൾ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലത്തെ അപ്പുവിൻ്റെയോ അതുപോലെ തന്നെ പിന്നെ വേറെ കുറേ പേരുകൾ ഞാൻ പറഞ്ഞ സി ചേട്ടനോ അങ്ങനെയൊക്കെ കുറേ അധികം കാര്യങ്ങൾ കാണുന്നു. ഇതൊക്കെ നിങ്ങളുടെ ചാനലിൽ കൂടെ വരുന്നതാണല്ലേ. ഇപ്പം കുഞ്ഞിനെക്കുറിച്ച് പറയുന്നു. എന്തിനാണാവോ നമ്മൾ അങ്ങനെ കാണിച്ചതുകൊണ്ട് പറയണമെന്നല്ല കേട്ടോ. എങ്കിലും നമ്മൾ പരമാവധി, ഞാൻ എപ്പോഴും എന്നെ കാണുന്ന ആൾക്കാരോട് പറയും, നമ്മളെ പ്രൈവസി പരമാവധി കീപ്പപ്പ് ചെയ്യുക. പ്രൈവസി തുറന്ന് കാണിച്ചു കഴിഞ്ഞാൽ പബ്ലിക്കിന് ജഡ്ജ് ചെയ്യാനുള്ള അവസരമാവും. അത് നമ്മുടെ പല ഫാമിലി വ്ളോഗേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരും അവരുടെ സ്വന്തം പ്രൈവസി തുറന്ന് കാണിച്ചുകൊണ്ട് ഇന്ന് സമൂഹത്തിൻ്റെ അകത്ത് ഒരു വല്ലാത്ത രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നവരാണ്. അതുപോലെ തന്നെ വേണം, ചിലപ്പോൾ നല്ല ആൾക്കാരുണ്ട്, വളരെ നല്ല ആൾക്കാരുണ്ട്. ഇനി ഈ കമൻറ്റ് ബോക്സ് നോക്കൂ. ആ കമൻറ്റ് ബോക്സ് നിങ്ങൾ കണ്ടതുപോലെ തന്നെ അതിനകത്ത് എത്രയോ നല്ല ക്രിയേറ്റേഴ്സിൻ്റെ പേര് പറയുന്നു. അഥവാ ഈ പറയുന്ന പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന അതിൻ്റെ നല്ലതും മോശമായിട്ടുള്ള വശങ്ങളെക്കുറിച്ച് പറയുന്ന, ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാം എന്ന് പറയുന്ന ആൾക്കാരെക്കുറിച്ച് പറയുന്നു. എന്തുകൊണ്ട് അവിടെ നിങ്ങളുടെ പേരില്ല? അതാ പറഞ്ഞേ, നമ്മുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ടോ അത് ജസ്റ്റ് നമ്മൾ റെക്ടിഫൈ ചെയ്യുക. അല്ല നമ്മൾ ഈ പറയുന്ന ആൾക്കാരെല്ലാം നിങ്ങളെ മോശക്കാരിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുമില്ല. സോ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവും. എഗെയിൻ ആ കുഞ്ഞിനെ പറഞ്ഞതിനോടും അതുപോലെ തന്നെ ഇനി ആരും അങ്ങനെ ഒരു കമന്റ് ഒരിക്കലും എൻ്റെ ചാനൽ കാണുന്നവർക്കറിയാം അങ്ങനെ ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കത്തുമില്ല. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്ത വീഡിയോ കാണുക. ബൈ.